ഈ 3 പേപ്പർ 3 നോട്ടാക്കി മാറ്റിയാലോ? അതിൻ്റെ ഒരു മെഷീനുമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്കിന്നൊരു നല്ല മാജിക് കാണാം. ഇതൊരു നോട്ട് പ്രിൻറ്റിംഗ് പ്രസ് എന്നുള്ള മാജിക്കാണ്. അപ്പോൾ നിങ്ങൾ മാജിക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഇതിനൊരു ലൈക്കും കമൻറ്റും തരണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ്. നമുക്കൊരു നോട്ട് മേക്കിംഗ് മാജിക് ഇവിടെ നമുക്ക് കാണാം. അപ്പോൾ എൻ്റെ ഇവിടെ 3 പ്ലെയിൻ പേപ്പറുണ്ട്. കണ്ടോ, 2 വശവും നിങ്ങൾക്ക് നോക്കാം, ഒന്നും തന്നെ എഴുതിയിട്ടില്ലാത്ത പ്ലെയിൻ പേപ്പറാണ്. ഈ 3 പേപ്പർ നമുക്ക് നോട്ടാക്കി മാറ്റാൻ പറ്റുമെന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ എൻ്റെ ഒരു നോട്ട് പ്രിൻറ്റിംഗ് പ്രസ്സുണ്ട്. ഇതാണ് എൻ്റെ നോട്ട് പ്രിൻറ്റിംഗ് പ്രസ്. കണ്ടോ? അപ്പോൾ ഈ നോട്ട് പ്രിൻറ്റിംഗ് പ്രസ്സിലോട്ട് ഞാൻ എൻ്റെ ഒരു പേപ്പർ, വൈറ്റ് പേപ്പർ വയ്ക്കുന്നത്. കണ്ടോ, വൈറ്റ് പേപ്പർ ഒന്നുമില്ല. ഈ വൈറ്റ് പേപ്പർ നമ്മളിവിടെ ഇങ്ങനെ വയ്ക്കുന്നു. വെച്ചതിന് ശേഷം നമ്മളിതിങ്ങനെ അടച്ചിട്ട് നമ്മളിതിങ്ങനെ മൂടി വയ്ക്കുന്നു, അടയ്ക്കുന്നു. എന്നിട്ട് ഞാനൊരു മന്ത്രം ഓം ക്രാം ക്രീം എന്ന് പറയുന്നു. 3 പ്രാവശ്യം ഇങ്ങനെ തിരിച്ച് 2 പ്രാവശ്യം ഇങ്ങനെ തിരിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ തുറന്ന് നോക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? വല്ലതും സംഭവിച്ചിട്ടുണ്ടോ നോക്കാം. നോക്കാം. അതെ, നമ്മൾ വെച്ച പേപ്പർ 100 രൂപ നോട്ടായിട്ട് മാറിയിരിക്കുന്നത്. ഒന്നാന്തരം 100 രൂപ നോട്ടാണ്. നിങ്ങൾക്ക് ഒരു സംശയം വേണ്ട, എടുത്ത് നോക്കാം. അപ്പോൾ നമുക്ക് 100 രൂപ കിട്ടിയപ്പോൾ നമുക്കിനി ഒരു 200 രൂപയാക്കിയാലോ എന്നൊരു തോന്നില്ല. 200 ആക്കി നമ്മളിങ്ങനെ വയ്ക്കുന്നു, അടയ്ക്കുന്നു, 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 അടയ്ക്കുന്നു. നമ്മൾ വീണ്ടും ഇങ്ങനെ അടച്ച് വയ്ക്കുന്നു. നമ്മൾ വീണ്ടും ഒരു മന്ത്രം ഓം ക്രാം ക്രീം ഒരു മന്ത്രം ചെയ്യുന്നു. 2 പ്രാവശ്യം ഇങ്ങനെ തിരിക്കുന്നു. തിരിച്ചതിന് ശേഷം നമ്മൾ ഇത് തുറന്നു നോക്കിയാൽ നമ്മുടെ പ്രിൻറ്റിങ് മെഷീൻ വല്ലതും പ്രിൻറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഉണ്ടുണ്ട്. നമ്മൾ ആ പേപ്പർ 200 റുപ്പീസ് ആയിട്ട് മാറി. പിന്നെ 100ഉം 200ഉം പ്രിൻ്റ് ചെയ്യാമെങ്കിൽ എന്തുകൊണ്ട് നമുക്കൊരു 500 പ്രിൻ്റ് ചെയ്ത് കൂടെ നോക്കാം. ചിലപ്പോൾ അതും സാധിച്ചു. നമുക്കൊരു കടലാസ് വയ്ക്കുന്നു, അടയ്ക്കുന്നു, നമ്മൾ വീണ്ടും അടയ്ക്കുന്നു, വീണ്ടും ഒരു മന്ത്രം ഓം ക്രാം ക്രീം ചൊല്ലുന്നു, 2 പ്രാവശ്യം കറക്കുന്നു. നോക്കാം 500 ആയോ ഇല്ലയോ നമുക്കറിയാത്ത. വാവ്, 500 ആയിട്ടുണ്ട്. ഇപ്പോൾ 3 പേപ്പർ നമ്മൾ 3 നോട്ടാക്കി മാറ്റി. ഇതാണ് ഈ നോട്ട് പ്രിൻറ്റിംഗ് മെഷീൻ്റെ പ്രത്യേകത. എങ്ങനെയാണ് നോട്ട് പ്രിൻറ്റിംഗ് മെഷീൻ? ഇഷ്ടപ്പെട്ടോ? ഓക്കെ. അപ്പോൾ നമുക്കിതിൻ്റെ ട്യൂട്ടോറിയൽ കാണാം. ഇതിന് നമുക്ക് കുറച്ച് പ്രിപ്പറേഷൻസ് ചെയ്യാനുണ്ട്. 2-3 തരം എൻവലപ്സാണ് നമുക്ക് വേണ്ടത്. ഇതൊരു എൻവലപ്പ്, സാധാരണ ഒരു പേപ്പറിൻ്റെ എൻവലപ്പാണിത്. രണ്ടാമത് നമുക്ക് വേണ്ടത് ഇതുപോലെ ഒരു എൻവലപ്പാണ്. നമുക്ക് കാണിച്ചു തരാം. ഇതിന് ഇങ്ങനെ 2 ഫ്ലാപ്പുണ്ട്. ഈ വശത്തും 2 ഫ്ലാപ്പുണ്ട്. ഇങ്ങനെ ആയിരിക്കും ഇതിൻ്റെ ഒരു ഷേപ്പ്. ഇങ്ങനത്തെ നമുക്ക് 2 എണ്ണം വേണ്ടി വരും. സെയിം 2 സെറ്റ് ഇതുപോലത്തെ വേണം. അതുപോലെ തന്നെയാണ് കുറച്ചുകൂടെ വലിയ ഒരു എൻവലപ്പ് എടുത്തിട്ട് അതും ഇതുപോലെ 2 ഫ്ലാപ്പ് ഉണ്ടായിരിക്കും. ഈ വശത്തും 2 ഫ്ലാപ്പ് ഉണ്ടായിരിക്കും. അതിൻ്റെ ഷേപ്പ് ഇങ്ങനെയായിരിക്കും. അപ്പോൾ ഇത് നമുക്ക് ഒരു സെറ്റ് മതി. ഈ ചെറുത്, ഏറ്റവും ചെറുത് 2 സെറ്റ്, ഇത് ഒരു സെറ്റ്, ഇത് പ്ലെയിൻ ആയിട്ടുള്ള, ഇതിന് ഒരു വശത്തോട്ട് മാത്രം ഫ്ലാപ്പുള്ള, ഇങ്ങനെ 3 തരം എൻവലപ്പുകളാണ് നമുക്ക് വേണ്ടത്. ഇനി നമുക്ക് വേണ്ടത് 3 നോട്ടിൻ്റെ അതേ വലിപ്പത്തിലുള്ള 3 പ്ലെയിൻ പേപ്പർ. ഇത് നോട്ടിൻ്റെ അതേ വലിപ്പത്തിൽ കട്ട് ചെയ്തെടുത്ത 3 വൈറ്റ് പേപ്പർ നമുക്ക് വേണം. അതുപോലെ നമുക്ക് ഒരു 500ൻ്റെ ഒരു നോട്ട്, 200ൻ്റെ ഒരു നോട്ട്, 100ൻ്റെ ഒരു നോട്ട്. ഇത്രയാണ് നമുക്ക് വേണ്ട. ഈ 3 തരം എൻവലപ്പ് വൈറ്റ് പേപ്പർ നോട്ട്സ്. ഇനി ഇത് സെറ്റിങ്സ് ചെയ്യാനുണ്ട്. നമ്മൾ മാജിക്ക് തുടങ്ങുന്നതിന് മുമ്പ് ഏറ്റവും ചെറിയ എൻവലപ്പ് ഒരെണ്ണം എടുക്കുക. അതിൻ്റെ ഒരു ഫ്ലാപ്പ് തുറന്ന് ആദ്യം തന്നെ 500ൻ്റെ നോട്ട് ഇവിടെ വയ്ക്കുക. എന്നിട്ട് തിരിച്ച് വെച്ചിട്ട് ഇവിടെ ഒരു 200ൻ്റെ നോട്ട് ഇവിടെ വയ്ക്കുക. എന്നിട്ട് ഇത് നമ്മൾ ഈ ഗ്രീൻ എൻവലപ്പിൻ്റെ ഇവിടെ വയ്ക്കുക. അതിനുശേഷം ഇതിങ്ങനെ തിരിച്ചു വയ്ക്കും. തിരിച്ചു വെച്ചിട്ട് ഈ ഭാഗം തുറന്നിട്ട് ഈ മറ്റേ വൈറ്റ്
എൻവലപ്പ് എടുക്കുന്നു. അതിൽ ഒരു വശത്ത് 100-ൻ്റെ നോട്ട് വയ്ക്കുന്നു. അതിനുശേഷം ഇത് തിരിച്ചു വയ്ക്കുന്നു. തിരിച്ചു വെച്ചിട്ട് ഇവിടെ നമ്മൾ ഒന്നും തന്നെ വയ്ക്കുന്നില്ല. ഇനി നമ്മൾ ഇത് അടച്ചു വയ്ക്കുന്നു. ഇതാണ് ഇതിൻ്റെ സെറ്റപ്പ്. അപ്പോൾ നമ്മൾ മാജിക്ക് ചെയ്യാൻ നമ്മൾ തയ്യാറായി കഴിയുന്നത്. ഇനി നമ്മൾ ചെയ്യേണ്ടത് തുറക്കുന്നു. ആദ്യത്തെ വൈറ്റ് എൻവലപ്പ് തുറക്കുന്നു. ഒരു വൈറ്റ് പേപ്പർ ഇവിടെ വയ്ക്കുന്നു. വെച്ചതിന് ശേഷം നമ്മളിത് അടയ്ക്കുന്നു. ഇനിയൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത്, ഇനി നമ്മൾ വയ്ക്കുമ്പോൾ ഇത് ഈ സൈഡിലോട്ട് മാറ്റിയിട്ട് വേണം നമ്മളിങ്ങനെ അടയ്ക്കാൻ. ഒന്നുകൂടെ കാണിച്ചു തരാം. നമ്മൾ 100 നോട്ട് വെച്ചു, ഇങ്ങനെ അടയ്ക്കരുത്. ഇങ്ങോട്ട് ചേർത്ത് വെച്ചിട്ട് ഇവിടുന്ന്, അല്ലെങ്കിൽ ഇങ്ങോട്ട് ചേർത്ത് വെച്ചിട്ട് ഇങ്ങനെ വേണം അടയ്ക്കാൻ. എന്നിട്ട് നമ്മളിങ്ങനെ വയ്ക്കുന്നു. അബ്രക്കഡബ്ര ചെയ്തതിന് ശേഷം നമ്മൾ വീണ്ടും തുറക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഇവിടെ ആ വൈറ്റ് പേപ്പർ മാറി ഇവിടെ 100 റുപ്പീസ് വന്നു കഴിഞ്ഞു. ഇനി നമ്മൾ ഇത് അടയ്ക്കുന്നു. ഇനി വീണ്ടും നമ്മൾ വേറെ ഒരു പേപ്പർ ഇവിടെ വയ്ക്കുന്നു. ഇവിടെ അടയ്ക്കുന്നു. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുപോകുന്നില്ല, ഇവിടെ തന്നെ വെച്ച് തന്നെയാണ് ഇത് അടയ്ക്കുന്നത്. അടച്ചതിന് ശേഷം അടച്ചിട്ട് ഈ ഗ്രീനാണ് നമ്മൾ ഇങ്ങോട്ട് നീക്കി അടയ്ക്കുന്നത്. അതിനുശേഷം നമ്മളിങ്ങനെ അബ്രക്കഡബ്ര കാണിക്കുന്നു. തുറക്കുന്നു. തുറക്കുമ്പോൾ ഇവിടെ നമുക്ക് 200-ൻ്റെ നോട്ട് വന്നതായിട്ട് കാണാം. ഇനി നമ്മൾ ഇത് വയ്ക്കുന്നു. ഇത് വച്ചിട്ട് അടയ്ക്കുന്നു. ആദ്യം ചെയ്തതുപോലെ ഈ വശത്തോട്ട് ചേർത്തിട്ട് ഇങ്ങനെ അടയ്ക്കുന്നു. അബ്രക്കഡബ്ര എന്ന് പറയുന്നു. എന്നിട്ട് തുറക്കുമ്പോൾ ഇവിടെ 500-ൻ്റെ നോട്ട്. ഇങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്. അത് ഒന്നുകൂടെ പറയാം. ആദ്യം നമ്മൾ വൈറ്റ് പേപ്പർ വയ്ക്കുന്നു. അപ്പോൾ നമ്മൾ ഇങ്ങനെ വേണം മടക്കാൻ. രണ്ടാമത് നമ്മൾ വയ്ക്കുമ്പോൾ വൈറ്റ് പേപ്പർ വയ്ക്കുന്നു. ഇവിടെ തന്നെ വെച്ച് ഇത് അടുത്തിട്ട് ഈ ഗ്രീൻ ആയിരിക്കും ഇങ്ങോട്ട് നീക്കും. മൂന്നാം പ്രാവശ്യം വയ്ക്കുമ്പോൾ വൈറ്റ് പേപ്പർ വെച്ചിട്ട് സാധാരണ പോലെ തന്നെ ഇവിടെ വെച്ചിട്ട് മടക്കണം. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നമുക്ക് കാണാം. ഇതിൻ്റെ ഈ കവറ് എൻവലപ്പ് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുന്നില്ലെങ്കിൽ എന്നെ സമീപിച്ചാൽ ഞാൻ ഇതിൻ്റെ കോസ്റ്റ് പ്രൈസിൽ നിങ്ങൾക്കിത് ഉണ്ടാക്കി അയച്ചു തരുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ട്രിക്ക്.